ഹലോ ഗായ്സ്, ഐ എം ഹിയർ വിത്ത് ഹേയ് ഗെയിമർ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മളപ്പം കോസ്മോസ് അല്ലെങ്കിൽ MK47 അല്ലെങ്കിൽ ആസ്ട്രോണോമിസ്റ്റോ ആരുമില്ല, നമ്മൾ ഇന്ന് ഒറ്റക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു ടൈക്കൂണ് കളിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതാണ് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നു. അതോ വേറെ ഏതെങ്കിലും കളിക്കാൻ പറ്റിയ ഗെയിം എൻ്റെ കയ്യിലില്ല. നല്ലൊരു ഗെയിം ഞാൻ തപ്പിയിട്ട് എനിക്ക് റോബ്ലോക്സിൽ കിട്ടിയത് ഒരു ബർഗേരിയ ടൈക്കൂണാണ്, അല്ലെങ്കിൽ മാൻഷൻ ടൈക്കൂൺ. നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ മാൻഷൻ ടൈക്കൂണാണ്. എനിക്കറിയാം നിങ്ങൾ വിചാരിച്ചിട്ടിരിക്കുന്നത് ബർഗേരിയ ആണെന്ന്, പക്ഷേ നമ്മൾ ഇപ്പോൾ കളിക്കാൻ പോകുന്നത് പറഞ്ഞാൽ മാൻഷൻ ടൈക്കൂണാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുമ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ കാര്യം പറയാം, നിങ്ങളെല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വീഡിയോ. ഇനി നമ്മൾ റോബ്ലോക്സിൽ ഒരു ഗെയിം തുടങ്ങാൻ പോവാണ്. കളിച്ചിട്ടില്ല, നമ്മൾ ഈ അക്കൗണ്ടിൽ കളിച്ചിട്ടുണ്ടാവും, പുതിയ അക്കൗണ്ടിലാവും തുടങ്ങുന്നത് എന്ന് മാത്രമേ ഞാൻ അറിയിക്കുന്നുള്ളൂ. നാളെയാണ്. അപ്പോൾ സസ്പെൻസ് ഞാൻ പൊളിക്കണില്ല. നാളെ ഒരു നല്ലൊരു ഗെയിം തന്നെ എന്ന് ഞാൻ വിചാരിക്കാം. കളക്ട് ചെയ്യല്ലേ, കുറച്ച് നേരം കൂടിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെറുതെ ഇങ്ങനെ കൂടിക്കോളും. മാൻഷൻ ടൈക്കൂൺ കേട്ടോ. അപ്പോൾ 1 രൂപയേ ഉള്ളൂ, പാത്തിന് 1 രൂപയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പൈസ ആവശ്യമുണ്ട്. ബുഷസ് വെക്കാം, ഫൗണ്ടേഷൻ ചെയ്യാം, വാൾ വെക്കാം. ഇതൊക്കെ ചെറിയ പൈസ ഒക്കെ ആണ് നമ്മളിപ്പോൾ തന്നെ വെക്കുക കേട്ടോ. ലാസ്റ്റ് ഈ മുമ്പിലുള്ളതെല്ലാം നമ്മൾ തീർക്കാൻ പോവാം. ലൈറ്റ്സും ഈ മുമ്പിലൊന്നും ഉണ്ടാവരുത്, മുമ്പിലുള്ളതെല്ലാം നമ്മൾ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഓടി നടക്കുക, അതായത് ഭയങ്കര സുഖം ഉണ്ട്. പ്ലാന്റ്സ് മാറിക്കൊണ്ടു വാൾസ്. ഇപ്പം എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഉറമിരത്തെ കുണുവ. പക്ഷെ ഗൈസ്, അവിടെ ഞാൻ കണ്ടില്ല ഒരു രൂപക്ക് ഇത് റെഡി. ഈ മുമ്പിലുള്ള ഒന്നും പാടില്ല. അവിടുത്തെ ലൈറ്റ്സ് ഞാൻ മുമ്പിലുള്ള എല്ലാം ആദ്യം തീർത്തിട്ട് നമ്മൾ ഉള്ളിൽ കിടക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറം ഭാഗം തീർക്കാതെ ഇത് ചെയ്യുമ്പോൾ ഒരുമാതിരിയാണ്. ഗൈസ്, കാർ സ്പാനറിന് 7000 രൂപ. കാർ വേണമെങ്കിൽ 7000 റുപ്യ വേണം. അതൊന്ന് ലാസ്റ്റ് ചെയ്യാം, അതേ നടക്കുള്ളൂ. അത് മാത്രം ഒന്ന് ലാസ്റ്റത്തേക്ക് മാറ്റിയേക്കാം. ഇവിടെ പുറത്ത് കുറച്ചൊക്കെ ഉണ്ട്. നമ്മളൊക്കെ വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് പോകുന്നുള്ളൂ. നമുക്ക് അതുവരെ ടൈം എടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അതുവരെ ടൈം എടുക്കും. നമ്മൾ കാർ പോർച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വൈബ് കാർ പോർച്ച് നമ്മൾ റെഡിയാക്കും റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്നുകൂടി ഉള്ളൂ. അതിന് നമ്മൾ പൈസ പോയി കളക്ട് ചെയ്യണം. ഇതന്നെ ഉള്ളൂ പൈസ കളക്ട് ചെയ്യാൻ, വേറെ ഇതൊന്നുമില്ല. ഇതിൽ ലാഭമായിരുന്നു. കാർ സ്പോണറിന് 7000 റുപ്യ നമ്മൾ സെറ്റാക്കും. ഇനിയൊന്നും ഉണ്ടാവരുത്, മതി, ഇതോടെ മതി. ലൈറ്റ്സ് പുറത്തൊന്നുമില്ലല്ലോ. ഇതും കൂടി ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഇതാണ്ട് നിൽക്കുന്നു. ഗൈസ്, കാർ പോർച്ച് റെഡി. ഇനി ഒരു കാർ വേണമെന്ന് എനിക്കറിയാം. ആ കാർ ഞാൻ സെറ്റാക്കും. അത് വീഡിയോൻ്റെ ലാസ്റ്റിലാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പെരയുടെ ഉള്ളിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പൈസ കളക്ട് ചെയ്യാം. റോബക്സ് കൊടുത്തുകൊണ്ട് കുറേ പരിപാടി ഉണ്ട്, അത് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കാം. 2000 പൈസ ഉണ്ട്. 7000 ആയാലും ഉടനെ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലത്തെ വർക്കിലോട്ട് വരുള്ളൂ കേട്ടോ. അല്ല, അത് ലാസ്റ്റ് ആക്കട്ടെ. 5000ത്തിൻ്റെ വർക്ക് ലാസ്റ്റ് ആക്കാമെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. നമ്മളെല്ലാം ചെയ്യും, ഒന്നും പോലെ ബാക്കി വെക്കില്ല. വാളിടാം, വാള് ചെയ്തിട്ട് മതി ബാക്കി. ടേബിൾസ്, ഡോറ്, ഇത് ഈസി ആണല്ലോ. ഇതിങ്ങനെ വെറുതെ നടന്നിട്ട്. പക്ഷെ പൈസ കളക്ട് ചെയ്യാൻ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് സുഖമായിരുന്നു. ഫ്ലോർ റെഡി. ഓക്കെ, ഇനി വെറും ഉള്ളത് 192 റുപ്യ. അതായത് 169 റുപ്യ ഇതിന് പോയി. അപ്പം നമുക്കൊന്ന് പൈസ കളക്ട് ചെയ്തിട്ട് വരാം. അതുപോലെ നിങ്ങൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ കളിച്ച് നോക്കാം, നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് കളിക്കുന്നതാണ്. പിന്നെ ഞാൻ കാര്യം പറയാം, നാളത്തെ വീഡിയോ കണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു ഞാൻ. യു വിൽ ലൈക്ക് ദാറ്റ് ഗെയിം.
എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് സോഫയിലൊക്കെ ഇരിക്കല്ലേ, ഒരു ടി വിയും കൂടി ഉണ്ടെങ്കിൽ വൈബായനെ. ഈ പുറത്തുള്ളത് തട്ടിക്കൂട്ട്. ഓക്കെ, അത് ഇത് ഇത് അയ്യവാ വൈബ് തന്നെ. ഇപ്പം തന്നെ വൈബായി. ടി വി ഒക്കെ ഇവിടെയാണ്. ടി വിക്കൊക്കെ ഉണ്ട് ഗൈസ് 6 റുപ്യ. പൈസ നമുക്ക് വേറെ എവിടെയെങ്കിലും കളക്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടമാവുന്നില്ല. ഇവിടുത്തെ എന്തിനും റോബോക്സ് കൊടുക്കണം. ഇത് എന്തോന്ന് ഗെയിം ഇടേ. മണി ബിൽഡിംഗ് അതിന് എടാ റോബക്സ് കൊടുക്കണടാ. എന്ത് ചെയ്യണേ റോബക്സ് കൊടുക്കണ്ട ഒരു ബസ്സിൽ. നമ്മളിപ്പോൾ തന്നെ ഗെയിം നിർത്തേണ്ട അവസ്ഥയായി. റിയൽ പൈസ അല്ലേ, ഇതിത്തെ പൈസ ഒന്നുമല്ലല്ലോ. ആണ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളാം. ഓ സോറി മൈ മിസ്റ്റേക്ക്. ഇന്ത്യയൊക്കെ പൈസ ഇല്ലാതെ അടക്കാൻ പോയാൽ ഇന്ന വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ആവും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പൈസയിൽ പോയേക്കാം. എൻ്റെ ഊഹത്തിൽ അതാണ് കാര്യം. നമ്മൾ പൈസ ഇല്ലാതെ പോയി ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലേനു. എന്താ അപ്പോൾ വെള്ളമൊക്കെ അടിക്കും. വർക്കിങ്ങാണ്. ഇനി ഇതൊക്കെ കിട്ടും ഗൈസ്, ഇതൊക്കെ കിട്ടും. ഇതാ ഞാൻ എൻ്റെ വെറുതെ പൊട്ടത്തന്നെ ഇങ്ങനെ ചെയ്ത് കൂട്ടുകയാണ് ഞാൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഇരിക്കലടാ ഇപ്പോഴല്ല. നമ്മളിതൊക്കെ കഴിയും. ഇവിടെ എന്താ സ്വിച്ചൊക്കെ ഉണ്ടിട്ടാ. വൈബ് തന്നെയാണ് നമ്മൾ ഈ ഹൗസ് പറഞ്ഞാൽ. പിന്നെ എന്തായാലും ഇതിരിക്കാം കാണട്ടെ. വൈബ്. ഇനി എന്താ ഫ്ലോറിലെ ഇവിടുത്തെ വാളാണ് എനിക്ക് സെറ്റ് ആണെന്നുള്ളത്. ഇവിടുത്തെ വാള് ഒരു ഇതില്ല. ഇവിടെ വാള് ഇത് മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഇത്രക്കും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതിന് വിൻഡോസ് നമ്മളേക്ക് പൈസ ഇല്ല. ഇനി നമ്മളേക്ക് പൈസ തരാൻ ഒന്നിനുമില്ല. അതായത് നമുക്കൊന്ന് പോയി കളക്ട് ചെയ്തിട്ട് വരാം. കാറ് നമുക്ക് സ്പോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7000 റുപ്യാണ്. ഇപ്പോൾ നമ്മളേക്ക് ഉള്ളത് 4000 ഇല്ലാത്ത 5000 റുപ്യ ഉണ്ട്. കാർ സ്പോൺ ചെയ്തിട്ട് ബാക്കി പരിപാടികൾക്ക് പോവുകയാണെങ്കിൽ നിൽക്കുന്നില്ല. ലാസ്റ്റ് തന്നെ കാർ സ്പോൺ ചെയ്യാനാണ് സേഫ്. അത് അവിടെ ചെയറിനൊക്കെ ആയിട്ട് ഇത്രക്കും പൈസ വരുമോ? പൈസ എല്ലാം കൂടുന്നുണ്ട്. നമുക്ക് അവിടെ നല്ല അതിനനുസരിച്ച് കിട്ടണമില്ല. ഞാൻ പുറത്ത് പോകണം. ഇതിൽ കൂടെ പോകാന്ന് വെച്ചാൽ അതും കഴിയില്ല. നമ്മളിവിടെ ആകെ മൂടി. ഇത് ഒരു വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പൈസ കളക്ട് ചെയ്യാൻ പോകണമെങ്കിലും കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെയാണ്. നമ്മൾ അവിടെ വരെ പോകണം പൈസ കളക്ട് ചെയ്യണമെങ്കിൽ. അവിടെ 2000 ആയാലും 3000 ആയാലും ഇപ്പോഴും കുറച്ചൊക്കെ പൈസ ആയിട്ട് പോവാം. നമുക്ക് കുറച്ചൊക്കെ പൈസ ആവാം. ഇതൊക്കെ റോബോക്സ് കൊടുക്കണം. ഇതാട്ടോ നമ്മളെ മാൻഷൻ. ഇതിൽ വേറെ ആരും കളിക്കണില്ല. അതോ ഒരു സെർവറിൽ ഒരാൾ മാത്രമേ വേറെ ആരെയും കളിക്കണമെന്ന് നോക്കാം. ഇത് സെർവർ ആൾക്കാരൊക്കെ കളിക്കണ്ട. പക്ഷെ ഓരോക്കെ മാൻഷൻ എവിടെയാണ് എനിക്കറിയില്ല. എവിടെയായാലും ഇപ്പം എന്താ നമുക്കെന്താ നമ്മളെ പണിയെടുക്കാം. നമുക്ക് ഇത് പെട്ടെന്നൊരു വലിയൊരു മാൻഷൻ ആവണമെന്ന് എനിക്കുണ്ട്. പക്ഷെ പൈസൻ്റെ ഇതാണ്. പൈസ വേറെ എവിടെയെങ്കിലും ഇതേമാതിരി ഉണ്ടെങ്കിൽ പിന്നെ രസമായിരുന്നു. ഇതെന്താ ലൈറ്റ്സ് തന്നെ. ഓക്കെ ഇതൊക്കെ നമുക്ക് ടി വി അല്ല പെയിൻറ്റിങ് അല്ലേ. ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. റോട്ടുമ്പോൾ കൂടിയാ ആകുമ്പോൾ വണ്ടിയൊക്കെ പോകില്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയാം. അങ്ങോട്ടൊക്കെ ഒന്ന് പോയാൽ പക്ഷേ ഒരു കാറ് നമുക്ക് കാറ് ഓടിക്കാം. ഞാൻ വിചാരിച്ചു റോട്ടും കൂടി പോണ വണ്ടിയാണ് അതെന്ന്. നമുക്ക് ഓട്ടാം കാറ്. കാറൊക്കെ നമുക്ക് ഓട്ടാവുന്നതേ ഉള്ളൂ. ഒരാളിതാ കാറിൽ പോകണം. നമുക്ക് കൂടെ കയറി ഇരിക്കാൻ കഴിയുമെന്ന് നോക്കാം. കയ്യില ഓളി നിർത്തി തരുമെന്നും ഡൗട്ടാണ്. ബസ് കാറൊന്ന് കിട്ടട്ടെ. നമ്മൾ അതേറ്റൊരു വിലസും കാർ ഇടണതും വേണം പൈസ. അത് നമ്മളേക്കില്ല. ആരെ പ്രശ്നമേ ഉള്ളൂ. കാറൊക്കെ നമ്മൾ സ്പോൺ ചെയ്യും. ഇതാ ഈ കാർസിൽ പോയിക്കൊണ്ട് ഒരു നല്ലൊരു കാർ ഇപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ കാർ സ്പോണറൊന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നോക്കാം. നമ്മളിങ്ങനെ നടക്കണ വഴി തന്നെ എല്ലാം ഇങ്ങനെ സാധാമാതിരി ആവണം. ഇതൊക്കെ ആദ്യമുള്ളതൊക്കെ നമുക്ക് ആദ്യം ചെയ്യണം. സീലിംഗ് വേണം, വിൻഡോ വേണം. സീലിങ്ങിന്
അതിനുള്ള പൈസ നമ്മളെ കഴിയാം. എന്നാൽ നമുക്ക് നേരെ പൈസ കളക്ട് ചെയ്തിട്ട് വരാം. അതിൻ്റെ മുമ്പ് എന്തിനൊക്കെയുള്ള പൈസ ഉണ്ടോ ഒക്കെ ചെയ്യാമല്ലോ. പ്ലാന്റ് വേണം, പൂൾ ടേബിൾ അയ്യോ പൂളിനുള്ള ടേബിൾ വഴി പോണ വഴിക്ക് എന്തിനുള്ള പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാമല്ലോ. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ ഇത് അവിടെ വേറെ എവിടെയെങ്കിലും വേണം ഈ പൈസേൻ്റെ കളക്ട് ചെയ്യണ സാധനം അവിടുന്ന് മാറ്റാൻ കഴിയുമെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു. പേരൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ടേ. ഇതിന് വേണ്ടി 2000 ഒരു കാറാണ് സ്പോൺ ചെയ്യിപ്പിച്ചാലാ. വലിയ വേണ്ട, നമുക്കിതൊക്കെ ചെയ്യാം. എന്നിട്ട് വഴി കാറൊക്കെ എന്നിട്ട് നമ്മൾ ഒരു പ്രോ ആയതിനു ശേഷം ഒരു വലിയൊരു മാൻഷനായിട്ട് നിന്നാണ്ട് കാണിച്ചു കൊടുക്കുന്നത് നമ്മളെ കാറാണെന്നും പുള്ളിയാണോന്നും കാണിച്ചു കൊടുക്കുന്നതാണ്. പ്ലാനൊക്കെ ഇത്രക്കും പൈസ സീലിങ്ങിന് വരണ്ടോ ബിക്കോസ് സീലിംഗ്. ഓ ഗൈസ് ഈ റൂം റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ അടുത്ത റൂമും സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നമുക്ക് നേരെ പോയി പൈസ എടുത്തിട്ട് വരാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളൊന്ന് പൊളിച്ചിട്ട് പോകും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. 300 റോഡ് ടു 300 ആണ്. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനിന്ന് റോഡ് ടു 300 ആവേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെല്ലൊക്കെ അടിച്ചിങ്ങനെ ആ റൂം ഫുള്ള് വർക്കായിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെയാണ് ഞങ്ങൾ പണി വരുന്നത്. വലിയൊരു തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാൽ ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. ഇവിടെ ഒരു ഡോറും ഇല്ല. ഞാൻ പൈസ ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാം. കളി രസമുണ്ട് ചോദിച്ചാൽ രസമുണ്ട്. പക്ഷെ നമ്മളെ ഈ പ്രശ്നം എന്താ വെച്ചാൽ പൈസ കാഴ്ചയാണ് അവിടെ മാത്രമേ. നമ്മൾ പേരൻ്റെ ഉള്ളിലുള്ള വർക്കിനിടയിൽ ഇവിടെ വരണം ഇതിന് പൈസ കളക്ട് ചെയ്യാനായിട്ട്. 2 സാധനം അവിടെ ആക്കുമ്പോൾ പിന്നെയും പൈസ തീരും. നമ്മൾ പിന്നെയും പൈസ കളക്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നല്ലൊരു സാധ്യതയുള്ളൊരു ഗെയിമാണ് യെസ്. ഓ ഗൈസ് വാങ്ങൾ എനിക്ക് ചുമരെല്ലോടത്തും വേണമെന്ന് നല്ല ആഗ്രഹം. അത് ഉണ്ട്, നമ്മളെല്ലോടത്തും സെറ്റാക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നേരെ അടുത്ത പൈസ കളക്ട് ചെയ്യാം. അടുത്ത പൈസ കളക്ട് ചെയ്യുമ്പോൾ എത്ര ഉണ്ട്? 2000 ഒരു 3000 കൂട്ടാം. 3000 4000 5000 റുപ്യ ഇല്ലാതെ ഈ റൂം സെറ്റാക്കാൻ കഴിയുന്നു എനിക്കൊന്നുമില്ല. ഒരു 5000 റുപ്യ അവിടെ ഉണ്ടാവും. ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോകുന്നു. അവിടെ പോയി 4000 ഉള്ളൂ. നമുക്ക് 5000 ആയിട്ട് എടുക്കാം. അതല്ലേ നല്ല ഗസ്. 3 അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കണം. അതായത് നമുക്ക് തന്നെ എടുക്കാം. കറക്റ്റ് 5000 ആയപ്പോൾ നമ്മളാണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ സെറ്റാക്കാം. ഈ റൂമുകൾ ഇപ്പം ഉള്ളതിനെല്ലാം കൂടി ഈ 5000 ഒതുക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഇപ്പം ഉള്ളതെല്ലാം കൂടി തന്നെ ഈ 5000 നമ്മളങ്ങ് തീർക്കുകയാണ്. പക്ഷേ 5000 തീർക്കാനില്ല. ഓ ഗൈസ് 5000 തീർക്കാനില്ല. ഇനിയും വേണം 2400. കുറേ പൈസേൻ്റെ ആവശ്യമുണ്ട്. പൈസ പറഞ്ഞാൽ നല്ല അത്യാവശ്യം കേട്ടോ. ഈ പൈസക്ക് വേണ്ടി നമ്മൾ എങ്ങോട്ടൊക്കെ കറങ്ങി കളിക്കാൻ വേറെ വീട് സെറ്റ് ചെയ്യാനില്ല. ഇവിടെയൊക്കെ തന്നെ ഉള്ളു. വെറുതെ കറണ്ട് എന്തിനാ പോക്കണേ? ലൈറ്റ് ഓഫ് ആക്കിക്കാം. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി കറണ്ട് പോകാം. നമ്മൾ ലാസ്റ്റ് നമ്മൾ പെരേൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ലൈറ്റൊക്കെ ഇടുള്ളൂ. അതല്ല രസം. 5000 റുപ്യ അവിടുത്തെ സീലിങ്ങനെ ഉണ്ട്. ആ 5000 റുപ്യ ഇപ്പം തന്നെ ചെയ്താൽ കഴിയുമല്ലോ. 5000 ഒരു ഇൻഡിടെ ഇപ്പം തന്നെ ഞാൻ വരും. അപ്പോൾ തന്നെ നല്ല പൈസ ഉണ്ടാക്കി വെക്കണം. വേറെ ഒന്നിനും വേണ്ടില്ല. നമ്മളിപ്പോൾ തന്നെ 5000 റുപ്യേൻ്റെ സീലിംഗ് ചെയ്യാൻ പോകണം. അതാണ് ചെയ്ത് അതാണ്ട് കഴിയുമല്ലോ. പിന്നെ അതിനോർത്ത് ഇതാവണ്ട. സീലിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ലൈറ്റ് ഇടാനാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. ലാസ്റ്റ് ലൈറ്റ്സ് ഇവിടെ നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മണി പൈസ ഇല്ലാത്തതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഈ വീഡിയോ ചിലപ്പോൾ എത്ര ലെങ്ത്തും കൂടും. നമ്മൾ പാർട്ടാക്കി ഇടണോ അത് ഒറ്റയടിക്ക് തന്നെ തീർക്കണമെന്നല്ല രസം. നിങ്ങൾക്കറിയാം ഒറ്റയടിക്ക് തീർക്കണമാകുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ പാർട്ട് ആക്കണില്ല. ഒരു നല്ല ലെങ്ത്തും കൂട്ടണ്ട നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യാനും വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ അതിന് പൈസ ഇതിൽ കൂടുതൽ വേണം. ആ നേരം നമുക്കിന്ന് അങ്ങോട്ട് മേലക്കൊക്കെ ഒന്ന് പോയി നോക്കാം. വലിയ വലിയ മാൻഷൻസ് ഉണ്ടാവുമല്ലോ ബാക്കി ആൾക്കാരത്. ഓരോതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഓ ഗൈസ് വലിയ മാൻഷൻ ഇതാവുക. നമ്മളെ മാൻഷൻ എന്ന് പറഞ്ഞാൽ വലുതൊന്നും ആയില്ല കേട്ടോ. ഇപ്പോഴും ചെറുത് തന്നെയാണ്. പക്ഷേ ഇത് പാർട്ടാക്കി ഇടാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ പാർട്ടാക്കി ഇടും. വെയിറ്റ് ചെയ്യണം നിങ്ങൾ. പക്ഷേ നാളെ നിങ്ങൾ എല്ലാവരും
വെയിറ്റ് ചെയ്യണ വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ കുറേ നേരം ഇപ്പം നാളെ പറയണേ. ഈ നാളെ എന്ത് കുന്താണാവോ എന്നൊക്കെ. ഗൈസ് വണ്ടി വരണ്ടെന്ന് നിർത്തിത്തട പ്ലീസ്. ഗൈസ് വണ്ടിയിൽ നമുക്ക് കൂട്ടി കറങ്ങാം. പക്ഷെ ഞാൻ ഇപ്പം അങ്ങോട്ടൊന്നും പോകുന്നത് എനിക്ക് വയ്യ. നമ്മളെ പണി തന്നെ ആദ്യം നേരക്ക് എടുക്കട്ടെ, എന്നിട്ടല്ല ബാക്കി. ഗൈസ് പാർട്ടാക്കി ഇടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയാൽ നിങ്ങൾക്ക് ബോറാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ അരമണിക്കൂറിൻ്റെ ഒരു വീഡിയോ എടുത്താലും നിങ്ങൾക്കത് പറ്റണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടേ. പാർട്ടാക്കി ഇടുമ്പോൾ നിങ്ങളൊരു വെയിറ്റ് ചെയ്യാണ്. നമുക്ക് പാർട്ടാക്കി ഇടാം, അതാ രസം. ഗൈസ് നമുക്ക് ഒരു വീഡിയോ എത്ര ഉണ്ടാവുമെന്നൊന്നും നമുക്കിപ്പോൾ തന്നെ പറയാൻ പറ്റില്ല. ലാസ്റ്റ് നോക്കാം. അടാ ജസ്റ്റ് മിസ് നമുക്ക് വേണമെങ്കിൽ അതിൽ കയറാനൊക്കെ കഴിയുന്ന. 10,000 റുപ്യ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അഭിപ്രായം. നമ്മളേക്കാൾ ഇപ്പോൾ 15,000 റുപ്യ ഉണ്ട്. നമ്മൾ കഴിയുന്നതെല്ലാം ചെയ്യാൻ പോകണം. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കാർ സ്പോൺ ചെയ്തിട്ട് കാർ വരെ വെക്കാൻ കഴിയും. അത് നമ്മൾ ലാസ്റ്റേ ചെയ്യുള്ളൂ പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യും. ഫോർ ദാറ്റ് ലൈറ്റ് ഓണാക്കാൻ അങ്ങനെ തോന്നൂടാ. എല്ലാം ചെയ്യാൻ പോകണം. ഇനി ഒന്നും പോലെ ബാക്കി ഉണ്ടാവരുത്. നടക്കുമ്പോൾ തന്നെ ആവില്ല, ആവണേ എന്നാലും ആ ഒരു രസം കിട്ടുള്ളൂ. നമ്മൾ പൈസ ഏറ്റവും കൂടുതലുള്ളതൊക്കെ തന്നെ ആദ്യമൊക്കെ ചെയ്താലേ പൈസ കഴിയും. പൈസ എന്ത് പെട്ടെന്നാളെ കഴിയണം. ഞാൻ പോലും അറിയണത് ഇങ്ങനെ കഴിയണേ. കഴിക്കുന്ന പോണേ ആരും അറിയാതെ കേട്ടോ. നമുക്ക് ഫുഡൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഗൈസ്. ഇത് ഈ പൈസയുടെ സ്ഥലം ഇവിടെ എവിടെയെങ്കിലും കൊണ്ടു നോക്കുമോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പൈസയുടെ സ്പീഡ് കൂടുണ്ടോ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും പോവാം. 6,000 റുപ്യ ഉണ്ട് നമ്മളേക്കൽ. കഴിഞ്ഞതെല്ലാം കഴിയുന്നു. നമ്മൾ നേരത്തെ 15,000 റുപ്യ വന്ന് ഒറ്റയടിക്ക് എല്ലാതും കഴിഞ്ഞു. 15,000 റുപ്യ കാലിയായത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അതിനും കാട്ടി പെട്ടെന്നാവും ഈ 6,000 റുപ്യ പോണേ. ക്യാബിനറ്റ് ഇനി 600 റുപ്യ ഉണ്ട്. 700 എന്ന് പറയാൻ പറ്റില്ല, 697 റുപ്യ ഉണ്ട്. അതിന് എന്തുണ്ടാക്കാനാ? ഒരു കൂടുതൽ പൈസ അവിടെ റെഡി ആയിക്കണം. അതുവരെയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. വേറെ ആരെങ്കിലും വണ്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോപ്പം കയറി പോകണോ. നമുക്കിത് ഇവിടെ എന്തെങ്കിലും ഒന്നും വിട്ടിട്ട് കാര്യമില്ല. നോക്കുന്ന പോലെ പറയാൻ പറ്റില്ല. ഗ്ലോബലിലാണ് എല്ലാവരും. നമുക്ക് എന്തായാലും മുടക്കാം. ഈ 6,000 റുപ്യക്ക് 7,000 റുപ്യക്ക് ഒരു കുന്തും ആകാൻ പോണില്ല. വേറൊന്നും കൊണ്ടല്ലടാ. ഞാൻ നേരത്തെ 15,000 റുപ്യയിട്ട് പോയിട്ട് അവസ്ഥകൾ കണ്ടു. അപ്പോൾ ഈ 7,000 റുപ്യയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കാർ സ്പോണർ വാങ്ങിയിട്ട് നമുക്ക് അവിടെ വരെ കറങ്ങി വരുമ്പോൾ 15,000 ഇതൊക്കെ ആവുമെന്ന് വിചാരിക്കുക. എവിടെ ഇവിടുന്ന് സ്റ്റെപ്പ് വരുന്നതൊക്കെ ഒരു വലിയൊരു കേട്ടതനാ. അത് കയറിയിട്ട് ഇറങ്ങാം. അതുപോലെ കുറച്ചും കൂടെ മിസ് ആയിക്കോളും. ചിലപ്പോൾ ആരെങ്കിലും കാറായിട്ട് പോകണമൊക്കെ കാണുകയാണെങ്കിൽ കഴിയുകയാണെങ്കിൽ കയറാമല്ലോ. പക്ഷെ ആരും പോണ് നമ്മൾ കാണുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഈ ഒരു ടൈം തന്നെ ഇപ്പോൾ അവിടെ കുറേ പൈസ ഉണ്ടാവും. ഒരു 5,000-ലേറെ ആയിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഗൈസ്. നോക്കാം. പോരട്ടെ ഗൈസ്. നമ്മളിവിടെ കയറിയപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഒരു കാർ വരുന്നുണ്ട്, നമുക്ക് നിർത്തിക്കാൻ നോക്കാം. പ്ലീസ് സ്റ്റോപ്പ്. എടാ അവിടെ നിർത്തിക്കണം. നമുക്ക് കൈയാണെങ്കിൽ അതിൽ കയറാം. എടാ പ്ലീസറാ. ചെക്കൻ ലീവ് അടിച്ച് പോയതാണ് നമ്മൾ ഇപ്പോൾ സംഭവം കണ്ടത്. സംഭവം ലീവ് അടിച്ചിരുന്നു, പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന ഉള്ള രീതിയിൽ ലീവ് അടിച്ച് പോയി. ഞാൻ കണ്ടു വെച്ചു ബെസ്റ്റ് മാൻഷൻ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടുകൊണ്ട് ഒരു മാൻഷൻ അവിടെ. ഞാൻ ഈ കളിയിൽ ആകെ എൻ്റെ മാൻഷനും വേറൊരാളെ മാൻഷനെ കണ്ടുള്ളൂ. അയാളെ മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മാൻഷൻ തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പം കാണും, അല്ലെങ്കിൽ അയാൾ ലീവ് അടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. അവിടെ ആ ഒരു സണ്ണിൻ്റെ സൈഡിലായിട്ടൊരു മാൻഷൻ ഞാൻ കണ്ടിരുന്നു. വലിയ മാൻഷനാട്ടോ. അത് മാൻഷൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, നിൽക്കുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഈഗോ ആണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കുന്ന ബോംബ് ചിപ്സ്, അതിൽ നമ്മൾ 6 കളി അടുപ്പിച്ചാണ് തോൽപ്പിച്ചത് കോസ്മോസ്. പക്ഷേ അതിലെന്തുണ്ടായത്? അവൻ പറഞ്ഞ വാക്ക് വായിച്ചു. അവൻ പറഞ്ഞു ബെസ്റ്റ് പ്രോ പ്ലെയർ ആണെന്ന് അവൻ പോസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ. ഞാനത് വായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. അവൻ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോൻ്റെ. നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി. വീഡിയോയിൽ അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓൺക്കും വേണ്ടി ഓൺക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. 21,000 റുപ്യ ഉണ്ട് നമ്മളേക്ക്.
ഇത് പോണ പോക്ക് നമ്മൾ പോലും അറിയൂല. നിങ്ങളെ ടീം ഏതാന്ന് കമൻറ്റ് ചെയ്തിട്ടോ. വേൾഡ് കപ്പിൽ നമ്മൾ അർജൻറ്റീന കേട്ടാ. നമ്മളാദ്യം എടുത്ത് നോക്കാം. ഈ സൈഡിലൊന്നും ഇല്ലല്ലോ. ഇനി കിച്ചൺ റെഡി ആയിട്ടുണ്ട്. ഈ പ്ലാൻസ്, വിൻഡോ, വാൾ, സീലിങ്, ഡോർ. ഇനി ഒരു 900 ഉറുപ്പ്യ ഉണ്ട്. ഒന്നും ആവാൻ പാടില്ല 900 ഉറുപ്പ്യ. ഇനി നമ്മൾ പൈസ കളിച്ചാണ് നിങ്ങൾക്കറിയാം. നമുക്ക് ഒന്നും കൂടി ഒന്ന് കറങ്ങാൻ പോകേണ്ടി വരും. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. വെറുതെ ഇങ്ങനെ കറങ്ങാൻ പോകണം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ദാറ്റ്. തുറക്കടാ. ഇവിടുത്തെ ലൈറ്റൊക്കെ ഓണാണ്. നമുക്കിത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയാലും നേരെ പെരേൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ് വരുന്നത് ഗൈസ്. ഓക്കെ, ഇത് സാധാരണ ഒരു ക്ലോസ് ആവും അല്ലേ? ഇവിടെ ഇരുന്ന ഓക്കെ. ഇത് ഈ റൂമത്തെ മൊത്തം ലൈറ്റും ഇതിലാണല്ലേ. ഓഫാക്കിയാൽ മൊത്തം ഓഫാവും, ഓണാക്കിയാൽ മൊത്തം ഓണാവും. അപ്പോൾ ഓരോന്ന് നമുക്ക് ഈ കോണി ഒന്ന് കയറി നോക്കിയാലോ. കോണി കയറിയിട്ട് ഇപ്പം എന്താ വേണം? നമുക്ക് നേരെ പുറത്ത് പോവാം. അവിടെ കുറച്ചെങ്കിലും പൈസ ആവാനും വേണ്ടി ഞാൻ ഇപ്പോൾ അവിടെ വരെ പോയത്. ഇപ്പോഴും ഇവിടെ 11,000 ആയുള്ളൂ. ഉപകാരമൊന്നുമില്ല ഈ 11,000 നിങ്ങൾക്ക് പറയാം, എനിക്ക് പറയാം. അത് നമ്മൾ കയ്യണമൊക്കെ വാങ്ങിയിടാമല്ലോ, ആ ഒരു ഇതിലാണ്. ഇപ്പോൾ വാളിനൊക്കെ നല്ല പൈസ ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ അങ്ങനത്തെ എന്തെങ്കിലും ഓട്ടോമാറ്റിക് ഡോർ ഉണ്ടെങ്കിൽ വൈബൈൻ്റെ. ഇവിടെ വേണമെന്നില്ല. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഡോറാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇനി ഇവിടെയാണ് സെറ്റാക്കാൻ പോണേ. ഡക്കൊന്ന് താറാ വരുമോ? വേറെ സ്പെല്ലിങ്ങാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഗൈസ്. സ്വിമ്മിംഗ് പൂൾ, വാട്ടർ ഗൈസ്, വെള്ളം, പൂൾ ലൈറ്റ്സ് വൈബ്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളേക്കിൽ ഒന്നിനുമുള്ള പൈസ ഇല്ല കേട്ടോ. ഈ കൂടെ ഈ ഡോർ ഇവിടെയും വേണതിന് വലിയ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ സ്വിമ്മിംഗ് പൂൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ ജയിച്ചു, നമ്മളെ കൊണ്ട് കഴിയും ഗൈസ്. ഇതൊക്കെ സുഖമായിട്ട് ഇങ്ങനെ വലുതാക്കാൻ. ഒരു മാൻഷൻ എന്ന് പറഞ്ഞാൽ വലിയ മാൻഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഈഗോ ആണ് വേറെ ഒന്നും കൂടെ. എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ കണ്ടിരിക്കുക ഞങ്ങൾക്കൊക്കെ. സൺചേസ് വൈബ് തന്നെ. ഇപ്പം റിയലൊരു സ്വിമ്മിംഗ് പൂൾ. ഇവിടെ ഒന്ന് കിടക്കാൻ കഴിയില്ല ഗൈസ്, അത്രക്കില്ല. ഫ്ലോർ റെഡി, ടേബിൾ റെഡി. ടേബിൾ റെഡി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇവിടെ ഏതെങ്കിലും ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ആ പൈസേൻ്റെ അടുത്ത് പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഓരോ ഗെയിംസിനും കണ്ടില്ലേ, ഷോപ്പ് വയ്ക്കുക ഷോപ്പിൻ്റെ അടുത്ത് പോകും, മറ്റേ നിൽക്കുക ഫ്ലോർ വയ്ക്കുക നമ്മളെ ഫ്ലോറിൻ്റെ അടുത്ത് പോകും. അതേമാതിരി എന്തെങ്കിലും ഇതിനുണ്ടെങ്കിൽ ലാഭം. അതിനും അവിടെ 6,000 ഉറുപ്പ്യ ഉള്ളൂ. ഈ 6,000 ഉറുപ്പ്യ ഞാൻ ഇപ്പം പോകും. റിട്ടേൺ വരുമ്പോൾ തന്നെ ഒരു 20,000 അതിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോകുന്നു. പക്ഷെ നമ്മൾ ഇനി ആ സൈഡ് എടുക്കണ്ട, ഇനി ഈ സൈഡ് പോവാം. കുറേ നേരമായിട്ട് ഈ സൈഡ് പോയില്ലേ, ഇനി ഈ സൈഡ് പോവാം. ഈ സൈഡിൽ ഇനി ആരെങ്കിലും മാൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാമല്ലോ. ആൾക്കാരെ മാൻഷൻ എവിടെയാണെന്ന് എല്ലാം അറിയാൻ പറ്റുമോ? അത് പറ്റുകയാണെങ്കിൽ വളരെ വലിയ ഉപകാരമായിരുന്നേ എനിക്ക്. റോഡ് ഇവിടെ വരെയുള്ളൂ. റോഡ് അങ്ങോട്ടൊരു വളവുണ്ട്, കഴിയുന്ന വരെ പോകും. പക്ഷേ ആരെങ്കിലും മാൻഷൻ കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. വേറെ എന്തിനും വേണ്ടിയല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓരോ മാൻഷൻ നോക്കിയാൽ എല്ലാവരുടെ മാൻഷനും ഒരേമാതിരി ആണോ എന്ന് അറിയാമല്ലോ. ആകും, അതെന്തായാലും ഉറപ്പാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്യും. വലിയൊരു മാൻഷൻ ഉണ്ടാക്കും. കുറച്ച് ദൂരെ ആയോ? ഇല്ല, നമ്മളെ മാൻഷൻ കാണരുത്. നമ്മൾ പോയി നമ്മളെ മാൻഷൻ കാണാത്ത അത്രക്കും ദൂരെത്തുമ്പോൾ അവിടെ ഇത് ഇത്രക്കും ആൾക്കാരുണ്ട്. ഞാൻ റോബ്ലോക്സ് അത് പോസ് ആക്കിയാൽ ഇത്രക്കും ആൾക്കാരുണ്ട്. ഇതിൽ ഒറ്റ ആൾ പോലും ഓരോ മാൻഷൻ ഞാൻ നേരത്തെ ഒരടുത്ത് പോയി കണ്ടിട്ടില്ല. കാണാൻ നിൽക്കുന്നുണ്ട്, പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എള്ളി ഞാൻ പോകും ഗൈസ്. റോഡ് ഇവിടെ തീർന്നില്ല, അടുത്ത വളവെത്തി ഞാൻ എൻ്റെ മാൻഷൻ തന്നെ പോട്ടെ. കുറച്ച് നേരം ഇങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ പോകുമ്പോൾ അവിടെ ഒരു നല്ല തുക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പം തന്നെ ഇന്ത്യക്ക് 7,000 ഉറുപ്പ്യ ഉണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂൾ എല്ലാം സെറ്റാണ്. ഇനി വാള് സ്റ്റെപ്പ് ഇട്ട് മേലെ കയറാനൊക്കെയാണ് സെറ്റാക്കേണ്ടത് എനിക്കറിയാം. അതൊന്നും എത്തിയില്ല, നമ്മൾ അവിടെയും പോയി എത്തിയിട്ടില്ല. നമ്മൾ 7,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ എനിക്ക് വേണ്ട പറഞ്ഞാൽ ഒരു 30,000 ഉറുപ്പ്യ
ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും കാണാം 30,000 റുപ്യ. 30,000 മതിയോ? മതി. അതുകൊണ്ട് വല്ലതും ഉണ്ടായി നോക്കാം. മിക്കവാറും അതിലൊരു എനിക്ക് വേണ്ടി പറഞ്ഞാൽ ഞാൻ 13,000 ഉണ്ടായാലേ കാര്യമായാലും 20,000 ഉണ്ടാവുള്ളൂ. ഒരു 23,000 അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്ര ആയിരം ഉണ്ടാവും? എൻ്റെ മാൻഷനല്ലേ? ആണ്. നമുക്കണ്ട് കളക്ട് ചെയ്യാം. എത്രതിനായിരം ഉണ്ടാവും? 10,000 ആണോ? 12,000 ആണോ? 19,000 ഉള്ളൂ. നമുക്കൊരു 23,000 ആവണ വരെ വെയിറ്റ് ചെയ്താൽ 30,000 റുപ്യ ഉണ്ടാവും. ആ 30,000 റുപ്യായിട്ട് ബാക്കി ചെയ്താൽ പോരെ? പെട്ടെന്ന് പോട്ടെ. ഇതിനടുത്ത് നോക്കാം. 23,000 കറക്റ്റ് ആകുമ്പോൾ ഞാൻ എടുത്ത വൈബാവില്ലേ? 22,000 റുപ്യായി. ഇനിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത ആ മൂമെൻറ്റ്. ഗൈസ് 30,000 പൈസയുമായി നമ്മളങ്ങ് വരുന്നത്. നമ്മളിപ്പോൾ കോടീശ്വരനാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇവിടെ ഒന്നും നമ്മൾ സെറ്റാക്കിയില്ല. അത് ലാസ്റ്റാക്കാം. 5,000 റുപ്യ അതിന് വേണം. ഇപ്പം തന്നെ പോയാലേ ഒരു സുഖം ഉണ്ടാവില്ല. നമുക്കിതൊക്കെ വാങ്ങിയേക്കാം. 4,000 ദിനൻ്റെ പോകുന്നു ഞാൻ പ്രതീക്ഷിച്ച. സൺബെഡ് ബെഡി ഉണ്ടോ? അത് ഞാൻ എടുക്കാൻ കഴിയും എനിക്ക്. ആ വിധ സെറ്റിങ്സ് ഒന്നും ഇല്ല. അങ്ങനെ രസം കിട്ടുള്ളൂ. ഇപ്പം എൻ്റെ 15,000 ഉണ്ട്. ഫാൻസ് വെക്കുക. പക്ഷെ ഇവിടെ റൂഫ് ഉണ്ടായ രസമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല. എന്താ പറയുക, മഴ ഒന്നും ഇല്ലെങ്കിലും മഴ എഴുതാൻ മുഞ്ചൂലേ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം എൻ്റെ വെറും 12,000 റുപ്യ ഉള്ളൂ. നമ്മൾ 12,000 റുപ്യ ആയപ്പോൾ തന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂള് ഒരുവിധം എല്ലാതും നമ്മൾ അടിയത്തതെല്ലാം ചെയ്ത് വിചാരിക്കുന്നു എന്നൊക്കെ പറയാൻ വിചാരിച്ചപ്പോഴാണ് ഇവിടെ കുറേ പണിയുണ്ട് ഞാൻ ഓർത്തത്. 6,000 റുപ്യ കൊണ്ട് നമ്മളിവിടെ ഒക്കെ സെറ്റാക്കണം. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇവിടെ സിങ്ക്. ഇനി നമ്മളെയൊക്കെ പൈസ അറിയില്ല. നമ്മൾ പൈസ സെറ്റാക്കി ഇനി ഓരോ ടോണി നമ്മൾ ലാസ്റ്റ് പൈസ സെറ്റാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നും കൊണ്ടല്ല, വീഡിയോ ലെങ്ത്ത് കൂടുതൽ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പാർട്ട് 2 വരുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നാളത്തെ വീഡിയോക്ക് വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നാളത്തെ വീഡിയോ പറഞ്ഞാൽ സസ്പീഷ്യസ് വീഡിയോ, നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു വീഡിയോ ആണ് നാളത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഗസ് ഇതിനൊക്കെ 5,000 റുപ്യ മതി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗസ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മളെ മാൻഷൻ എത്ര വലുപ്പമായി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ബാക്കിയെല്ലാം പിന്നെ കാണിക്കാം. ഇപ്പം തന്നെ കുറച്ച് വലുപ്പമായി ഉണ്ടാവും. വലുപ്പം മേലക്കൊന്നുമില്ല. ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ മാൻഷൻ. ഒരു വാങ്ങി വെച്ചേക്കാം. നിങ്ങൾ കളിച്ചു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മൾ പോണേ.